മാഡം എന്താ റസാക്ക്, എന്താ ഉണ്ടായത്? മാഡം ആളിതുവരെ മാഡത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മാഡത്തെ വിളിച്ച് പറഞ്ഞത്. എനിക്കറിയില്ല അച്ഛൻ ഇതെന്താ പറ്റിയെന്ന്. ഈ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? ആള് തിടപ്പള്ളി കയറി കഥകടച്ചിരിക്കുമായിരുന്നു. വാതിൽ ലോക്കായി പോയി, തുറന്നിറങ്ങാൻ പറ്റിയില്ല. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വാർത്ത ലീക്കാവാതെ ഞാൻ എന്തായാലും നോക്കിയിട്ടുണ്ട്. പുറത്തുപോയ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന മാഡത്തിന്റെ പേരായിരിക്കും. അല്ല, അച്ഛൻ എന്താ പറയുന്നേ? ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. കയ്യിൽ തൊണ്ടി മുതലോടുകൂടിയാണ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ പിന്നെ മറ്റു ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇവര് രണ്ടുപേരുണ്ടെന്നാണ് പറയുന്നത്. രണ്ടാമൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. മാഡം വന്നിട്ട് സംസാരിച്ചതിന് ശേഷം മറ്റു നടപടികളിലേക്ക് പോവാന്ന് കരുതിയിരിക്കുക. രണ്ടാമനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലീസിന്റെ ഭാഷയിൽ ചോദ്യം ചെയ്യേണ്ടി വരും. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തേലും പറയൂ നോക്കാലോ. മറുപടി തൃപ്തികരം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കാം. ശരി മാഡം. അച്ഛാ, അച്ഛാ എന്താ ഇതൊക്കെ? ആരോടാ അച്ഛൻ ഈ വാശി കാണിക്കുന്നേ? ആരാ നിന്റെ അച്ഛൻ? ഞാൻ നിന്റെ അച്ഛനൊന്നുമല്ല. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ സംഭവിച്ചേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്റെ അച്ഛനല്ല. കള്ളനാണ്, കള്ളൻ. അച്ഛൻ ആരോടാ ഈ വാശി എടുക്കുന്നേ? എന്താ സംഭവിച്ചെന്നൊന്ന് പറ. എന്തിനാ ഇത് ചെയ്തേ? അച്ഛാ, അച്ഛനെ ആരെങ്കിലും ചതിച്ചതാണോ? അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ നിന്റെ അച്ഛനും അല്ല, നീ എൻ്റെ മോളും അല്ല എന്ന് ഞാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് എന്നെ അറിയില്ല എന്നും പറഞ്ഞ് നീ ഇവിടുന്ന് പോയിക്കോ. ഇല്ലെങ്കിലേ ഇത് വാർത്തയാവും. നിനക്ക് തന്നെയായിരിക്കും നാണക്കേട്. എൻ്റെ അടുത്തുനിന്ന് പോകാനാ പറഞ്ഞത്. ഇല്ല, എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. അച്ഛൻ എന്തിനു വേണ്ടിയാ എന്നെ പോലും ഓർക്കാതെ ഇതുപോലൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടിയത്? ആരാ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ കയ്യിൽ മറുപടി ഉണ്ടാവില്ല. മറുപടിക്ക് വേണ്ടി എൻ്റെ മുന്നിൽ ആരും നിൽക്കുകയും വേണ്ട. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. ഇറങ്ങിപ്പോ ഇവിടുന്ന്. ശരി, അച്ഛന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ എനിക്കിനി ഒന്നും പറയാനുമില്ല, ചെയ്യാനുമില്ല. ഇനി എന്നെ വിളിച്ചു പോരുത്. പോലീസുകാർ ചോദ്യം ചെയ്യേണ്ടതുപോലെ ചോദ്യം ചെയ്യും. അറിയാവുന്നതൊക്കെ അപ്പൊ അവരോട് പറഞ്ഞാൽ മതി. പറഞ്ഞില്ലെങ്കിൽ അവർ പറയിപ്പിക്കും. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ റസാക്കിന് ചെയ്യാം. യെസ് മാഡം.